ഓ എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, തസദ്ദഖ്ന, നിങ്ങൾ സംഭാവന കൊടുക്കണം, സ്വതക്ക കൊടുക്കണം. സ്വതക്ക ചെയ്യാൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ മുത്തുനബി പറഞ്ഞത് ഫഇന്നകുന്ന അക്സറു ഹതബി ജഹന്നം. കാരണം മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നരകത്തിന്റെ വിറകുകളായിട്ട് മാറുന്നവർ സ്ത്രീ സമൂഹമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ റസൂൽ സ്ത്രീകളോട് സ്വതക്ക ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അതിന്റെ കാരണം പറയുന്നത് ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിക്കുന്നത് മനുഷ്യരുടെ കൂട്ടത്തിൽ സ്ത്രീകളാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് അത് അത്ര പിടിക്കൂല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയേണ്ടി വരും, ഉറപ്പല്ലേ? നബി തങ്ങൾ പറഞ്ഞു, എന്റെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ കാര്യം നമുക്ക് ഉണ്ടാകാന്നാ മതി, എന്നാ നമ്മൾ നരകത്ത് പോകൂല. അതിനു വേണ്ടിയാണ് നബി തങ്ങൾ ഇത് പറഞ്ഞത്. പക്ഷെ എത്രത്തോളം അതിന് നമുക്ക് കഴിയുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അതിന് കാരണം എന്താണെന്ന് ചോദിച്ച ആ ഉമ്മയോട്, ആ സഹോദരിയോട് തങ്ങൾ പറയാണ്, എന്താണെന്നറിയോ, നിങ്ങൾ ഈ വേവലാതി പറയൽ കുറച്ച് കൂടുതലാണ്. നിങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ പരാതി പറയൽ കുറക്കണം. അള്ളാഹു തരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ തൃപ്തിയോടുകൂടെ, അള്ളാഹുവിന്റെ വിധിയാണല്ലോ എന്നുള്ള നിലക്ക് തൃപ്തിയോടുകൂടെ സ്വീകരിക്കണം. റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിസയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വറസൂലാ. ഇത് ഹദ്ദാദിൽ ചൊല്ലുന്നവരാണ് നമ്മൾ. റളീനാ ബില്ലാഹി റബ്ബാ, അള്ളാഹുവിനെ റബ്ബായിട്ട്, എന്റെ പരിപാലകനായിട്ട് നമ്മൾ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പരിപാലകനായ റബ്ബ് ചിലപ്പോൾ സന്തോഷമുള്ളത് തരും, ചിലപ്പോൾ കുറച്ച് വിഷമുള്ളത് ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായാലും നമ്മൾ ഒക്കെ അള്ളാന്റെ വിധിയാണെന്ന് പറഞ്ഞ് വേവലാതിയും വിഷമവും പരാതിയും ഇല്ലാതെ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കണം. ഈ സ്വഭാവത്തിൽ ലംഘനം വരുത്തുന്നവർ കൂടുതലും പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ്. ആ സ്വഭാവം നമ്മൾ നിർത്തിയാൽ മതി.